സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുടെ സമരത്തെ തള്ളുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ. പൊതുവിദ്യാലയങ്ങളുടെ നടത്തിപ്പിൽ മതസംഘടനകൾ ഇടപെടരുത്. സമസ്തയുടെ നീക്കം ശരിയല്ല. കേരളത്തിൽ മുസ്ലിം കുട്ടികൾ മാത്രമല്ല പഠിക്കുന്നതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥയടക്കമുള്ള സംഘടനാ പ്രതിനിധികൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണമെന്നായിരുന്നു പറഞ്ഞത്. അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മതപഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഒരു അരമണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് സംഘടനകൾ മനസ്സിലാക്കി പോകണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പൊതുസമൂഹത്തിൽ എല്ലാവരും ചേർന്ന് പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ അതിൻ്റെ നടത്തിപ്പുമായി മതസംഘടനകൾ ഇടപെടുന്നത് ശരിയല്ല. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. സമസ്തയുടെ സമരത്തെ തള്ളി വി അബ്ദുറഹ്മാൻ രംഗത്ത് വരുന്നു. സമസ്ത ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? തുടർ നീക്കം എങ്ങനെയാകും? അതാണ് ഇനി അറിയേണ്ടത്. മുബഷിർ പി അക്ബറാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഗുഡ് ഈവനിംഗ് മുബഷിർ പി അക്ബർ. സമസ്ത സമരവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നും ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. സർക്കാരുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണോ സമസ്ത? എന്താണ് നീക്കം? ചർച്ച ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ ഇനി കാര്യമില്ല എന്നുള്ളതാണ് സമസ്തയിലെ വലിയൊരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ തീരുമാനത്തിനെതിരെ നേരത്തെ പ്രഖ്യാപിച്ച സമര പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് EK വിഭാഗം സമസ്തയുടെ തീരുമാനം. സുജയ പാർവതി നേരത്തെ നടത്തിയ സമരങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമസ്ത ഇത്തരമൊരു സമര പരിപാടിയിലേക്ക് കടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അത്തരമൊരു പ്രഖ്യാപനം അവർ നടത്തിയതാണ്. അത് തൊട്ടു പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി അതിരൂക്ഷമായി വിമർശിച്ചായിരുന്നു സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ജിഫ്രി തങ്ങൾ രംഗത്ത് വന്നത്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഈ തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. വിശേഷം ഇടതു സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ ഒന്നും തന്നെ അത്തരമൊരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു വിമർശനത്തിന് പിന്നിൽ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാൻ സാധ്യതയില്ലെന്ന് സമസ്ത തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും അതിരൂക്ഷമായുള്ള വിമർശനം സമസ്തയെ ഉന്നയിക്കുന്നുണ്ട്, സമസ്തക്കെതിരെ പറയുന്നുണ്ട്. ആ സമസ്തയുടെ സമരം ശരിയല്ല, മുസ്ലിം കുട്ടികൾ മാത്രമല്ലല്ലോ കേരളത്തിൽ പഠിക്കുന്നതെന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് മന്ത്രിയും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ സമസ്ത തീരുമാനിക്കുന്നു. AP വിഭാഗവും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നേരത്തെ രംഗത്ത് വന്നിരുന്നു. സുജയ പാർവതി. ശരി, മുബഷിർ പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക്